മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ മഹിയുമായിട്ട് തിരിച്ച് കമലേശ്വരത്തിലേക്ക് എത്തുകയാണ്. എല്ലാവരോടും സത്യങ്ങൾ പറയണമെന്നും തൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അത് താനാണെന്ന് എല്ലാവരുടെ മുഖത്ത് നോക്കി പറയണമെന്നും കണ്ണൻ തീരുമാനിക്കുന്നു. അങ്ങനെ ദുർഗയോടും കരുണയോടും ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഈ കമലേശ്വരത്തിലെ കണ്ണൻ്റെ കുഞ്ഞാണ് ഈ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്നത്. എൻ്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്നത് എൻ്റെ സ്വന്തം കുഞ്ഞിനെയാണ്. അതിനാകെ ഒരേ ഒരു അവകാശി മാത്രമേ ഉള്ളൂ, അത് ഈ കണ്ണനാണ്. അതിനെ ചൊല്ലി ഒരുപാട് പേരുടെ പേരും വെച്ച് പറഞ്ഞു. പക്ഷേ ഇനി അത് പാടില്ല. IVF എന്ന പ്രൊസീജിയർ വഴിയാണ് ഞങ്ങൾ ഗർഭിണിയായതെന്നൊക്കെ തന്നെ കണ്ണൻ തുറന്നടിക്കുന്നു. ഇത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ ബോധം പോകുന്നുണ്ട്. പിന്നീട് അവൾ സത്യങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ എന്തുകൊണ്ടും ഇനി മുന്നോട്ട് സൂക്ഷിച്ച് വേണം പോകാനെന്നൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കരുണയാണെങ്കിൽ അവിടേക്ക് വിശ്വസമ്മാനങ്ങളുമായിട്ട് എത്തുന്നത്. എന്നിട്ട് അതൊക്കെ തന്നെ മഹാലക്ഷ്മിയുടെ മുഖത്തേക്ക് എറിയുകയും താനും ഇവളും ഈ കാണിച്ചു കൂട്ടിയ നാടകത്തിന് അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. എന്തായാലും ഉണ്ണിയുടെ മുന്നിൽ കരുണ തല കുനിച്ച് നിൽക്കുകയാണ്. ഇത്രയ്ക്കും വലിയൊരു ചതി കണ്ണൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചില്ല എന്നും ഇതിൽ ഞാൻ ഉണ്ണിയേട്ടൻ്റെ മുന്നിൽ തോറ്റുപോയിരിക്കുന്നു എന്നൊക്കെ തന്നെ കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട്. അങ്ങനെ മഹിയാണെങ്കിൽ കണ്ണനോട് പറയുകയാണ്, ഇനി നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. ഇനിയാണ് ശരിക്കും നമ്മുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കേണ്ടത്. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും നമ്മളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും എന്തും സംഭവിക്കാം. ലേഖയെയും അനന്തവേട്ടനെയും ഒന്ന് വിളിക്കണമെന്നൊക്കെ മഹി പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് സാഗറും മഞ്ജുവും എത്തുന്നുണ്ട്. മഞ്ജു എത്തുമ്പോൾ തന്നെ ദുർഗയും കരുണയും ഉണ്ണിയൊക്കെ തന്നെ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ അവകാശത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ മഞ്ജുവിനെ കാണുമ്പോൾ തന്നെ മഹാലക്ഷ്മിക്ക് ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ലേഖയുടെയും അനന്തവേട്ടൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ മഹി ചോദിക്കുമ്പോൾ അവരൊക്കെ ആകെ വിഷമത്തിലാണ്. ഏടത്തിയുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെ, അതിലുപരി കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചിട്ട്, ഏടത്തി ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഓടിയെത്തിയത്. ഇനി വേണം നന്നായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അറിയാലോ, സ്വന്തം മകളുടെ കുഞ്ഞിനെ കൊന്ന അമ്മയാണ് ഇവിടെയുള്ളത്. ആ അമ്മയെ ഒരിക്കലും വിശ്വസിക്കരുത്. അവർ തരുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. എന്തുണ്ടെങ്കിലും സ്വന്തമായിട്ട് വേണം പാകം ചെയ്ത് കഴിക്കാനായിട്ടും. വളരെ കെയർഫുള്ളായിട്ട് വേണം നടക്കാൻ. എല്ലാം കൊണ്ടും ഏടത്തിയും ഏട്ടനും ഇനി സൂക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോൾ അറിയാം മഞ്ജു, ശരിക്കും ഒരു സർപ്പക്കോട്ടയിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് നന്നായിട്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മഹാലക്ഷ്മിയും കണ്ണനും മഞ്ജുവിനോട് പറയുന്നു. എന്തായാലും താനിനി ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നില്ല, എന്നാൽ ഇനി ശത്രുക്കൾക്ക് കൂടുതൽ ദേഷ്യമുണ്ടാക്കുമെന്ന് പറഞ്ഞ് മഞ്ജു മഹാലക്ഷ്മിയോടും കണ്ണനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. പിന്നീട് കണ്ണനും മഹിയും ചേർന്ന് പുറത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കും. ഈ സമയം എല്ലാവരും മുഖം വീർപ്പിച്ച് ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. എന്തായാലും ദുർഗയാണെങ്കിൽ കണ്ണനോട് പറയണം, ഇത്രയ്ക്കും വലിയ ചതി ചെയ്യാൻ മാത്രം ഞങ്ങൾ എന്താണ് നിന്നോട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നത് സഹിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാനായിട്ട് വന്നോ? അതിരില്ലാത്ത ക്രൂരതകൾ മാത്രമേ എല്ലാവരും ചേർന്ന് എന്നോടും ഇയാളോടും ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ മിണ്ടാതെ ഇരുന്നിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജനനത്തിന് വേണ്ടി ഞങ്ങൾക്ക് പലതും മറച്ചു വെക്കേണ്ടി വന്നു. ഇനിയും ആ കുഞ്ഞ് സേഫല്ല എന്നറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയാം, ഈ വീട്ടിൽ വെച്ച് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരുത്തനും ജീവനോടെ ഉണ്ടാവില്ല. എല്ലാത്തിനും പകരം ചോദിപ്പിക്കും. കമലേശ്വരത്തിലെ കണ്ണനാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചിരുന്നോ. ഇനി എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും നേരെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഈ കണ്ണൻ്റെ തനി സ്വഭാവം നിങ്ങളെല്ലാവരും തിരിച്ചറിയുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഞങ്ങളെ അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ എല്ലാം ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളാനായിട്ട് പറയുമ്പോൾ, ഓ അപ്പോൾ എല്ലാവരെയും ആട്ടിപ്പുറത്താക്കാനാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ഉണ്ണി ചോദിക്കുന്നു. എടാ, ഞാനും ഈ നിൽക്കുന്ന നിൻ്റെ ഏടത്തിയും ആയതുകൊണ്ട് മാത്രമാണ് നീയും നിൻ്റെ ഭാര്യയും അമ്മയും എല്ലാവരും ഇപ്പോഴും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. സത്യത്തിൽ ഞങ്ങളല്ലായിരുന്നുവെങ്കിൽ എപ്പോഴോ നിങ്ങളൊക്കെ പുറത്തായേനെ. ഞങ്ങളുടെ മനസാക്ഷി ഒരൊറ്റൊന്ന് കൊണ്ട് മാത്രമാണ് നിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ ഉണ്ണിയെ ചെറുതാക്കുന്നു. ഈ സമയം കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എടോ, താമ്പല ഡയലോഗൊന്നും അടിക്കണ്ട. ഞങ്ങൾക്കിപ്പോഴും സംശയമുണ്ട്, മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ താൻ തന്നെയാണോ എന്ന്. അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്ടി. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കും എനിക്കും അറിയാം സത്യം എന്താണെന്ന്. പറയേണ്ടവരോട് പറയുകയും ചെയ്തു. ഇനി ഉള്ള സംശയങ്ങളൊക്കെ തന്നെ നിങ്ങൾ തന്നെ ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ മഹിയുമായിട്ട് അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും ഉണ്ണിയും കരുണയും ദുർഗയൊക്കെ തന്നെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. അവരാണെങ്കിൽ പറയുന്നുണ്ട്, ഇത്രയ്ക്കും വലിയ ചതി ചെയ്തവനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. വെറുതെ വിടണ്ട. കഴിഞ്ഞുപോയ സംഭവങ്ങൾ തന്നെ തുടർന്നോ. വിഷം കൊടുക്കലും കൊല്ലലും വണ്ടി ഇടിപ്പിക്കലും തള്ളിയിടലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ തന്നെ വെറുതെയാണ് അമ്മേ. ഇനി
എല്ലാം കേട്ടും സഹിച്ചും മിണ്ടാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്ന് ഉണ്ണി പറയുന്നു. എല്ലാത്തിനും കാരണം എൻ്റെ അച്ഛനെ കൊന്നവൻ തന്നെയാണ്. അവൻ കാരണം കൊണ്ടാണ് എനിക്കും ഇപ്പോൾ ഈ അവസ്ഥ വന്നത്. അയാളെ മറ്റേ എൻ്റെ കയ്യിൽ കിട്ടിയാലെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നു. കരുണയ്ക്കാണെങ്കിൽ ഒരൊറ്റ അക്ഷരം തിരിച്ച് പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം സത്യങ്ങളെല്ലാം അറിയുന്ന കരുണയാണെങ്കിൽ ഉണ്ണിക്ക് മുന്നിൽ ഇപ്പോൾ തൽക്കാലം വായടച്ച് നിന്നേ മതിയാകും. ഒരു പക്ഷേ പ്രതാപനാണ് തൻ്റെ സ്വന്തം അച്ഛനെ കൊന്നു എന്നുള്ള സത്യം ഉണ്ണി അറിയുകയാണെങ്കിൽ അതോടുകൂടിയിട്ട് എല്ലാം അവസാനിക്കുമെന്നും കരുണയ്ക്ക് അറിയാം. അങ്ങനെ ഇനി മഹാലക്ഷ്മിക്കും കണ്ണനുമെതിരെ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ വിഷമത്തിലാണ് ശത്രുക്കൾ. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.